പഞ്ചസാര. ഇത്രയും മധുരമുള്ള ഒന്ന് ഇത്ര ദോഷകരമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. വളർന്നപ്പോൾ എന്റെ കുടുംബം കൃഷി ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കിയതും ശേഖരിച്ചതുമായ പുതിയ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ശക്തരും ആരോഗ്യവാന്മാരുമായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ചില വിഷമ സമയങ്ങളിലൂടെ കടന്നുപോയി. നഗരത്തിൽ ജോലിയും മെച്ചപ്പെട്ട ജീവിതവും തേടി ഞങ്ങൾ ഗ്രാമം വിട്ടു. ജീവിതം കുറച്ചെളുപ്പമായി. കഠിനാധ്വാനത്തിലൂടെ കൃഷി ചെയ്യുന്നതിന് പകരം അച്ഛൻ ടാക്സി ഓടിച്ചു, അമ്മയ്ക്ക് ഫാക്ടറി ജോലി. ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു. ഞങ്ങളുടെ ഭക്ഷണക്രമവും മാറി. ഞങ്ങൾ മധുര പലഹാരങ്ങൾ, പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ വാങ്ങി. അതിന് നല്ല രുചിയുണ്ടായിരുന്നു, കൂടാതെ വേഗത്തിലും എളുപ്പത്തിലുമായിരുന്നു. ഞങ്ങളുടെ കുടുംബം നഗര ബന്ധുക്കളെ പോലെ കാണാൻ തുടങ്ങി. എന്റെ അച്ഛന് വലിയ കുടവയറായി. അതിൽ അച്ഛന് അഭിമാനം തോന്നി. നന്നായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആവശ്യത്തിന് പണമുണ്ടെന്നതിന്റെ സൂചനയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം പ്രമേഹ പരിശോധനയ്ക്കുള്ള ഒരു നോട്ടീസ് ഞാൻ കണ്ടു. പോസ്റ്ററിലെ ആൾ എന്റെ അച്ഛനെ പോലെ ആയിരുന്നു. എന്റെ അച്ഛന് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അച്ഛന് ഒരുപാട് ദാഹിക്കും, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നുണ്ടായിരുന്നു, കാഴ്ച മങ്ങിയിരുന്നു, തീർച്ചയായും ക്ഷീണിതനാണ്. എന്റെ അച്ഛന് ഒരു പ്രശ്നവുമില്ലെന്ന് തോന്നി. പക്ഷെ പ്രമേഹം മൂലം സഹോദരന് കാൽ നഷ്ടപ്പെട്ടതിനാൽ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയനാകാൻ സമ്മതിച്ചു. എന്റെ അച്ഛന്റെ രക്തത്തിൽ ധാരാളം പഞ്ചസാര ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രമേഹമുണ്ടെന്ന് നഴ്സ് പറഞ്ഞു. എന്റെ അച്ഛന്റെ വലിയ വയറ് അദ്ദേഹത്തിന്റെ മോശം ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളും അന്നജമടങ്ങിയ ഭക്ഷണങ്ങളും വയറ്റിൽ അനാരോഗ്യകരമായ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുമെന്ന് നഴ്സ് വിശദീകരിച്ചു. നമുക്ക് കഴിക്കാവുന്ന മൃദുവായ കൊഴുപ്പിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. വയറിനുള്ളിലെ കൊഴുപ്പ് പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ കഴിക്കുമ്പോൾ മധുരമുള്ള വസ്തുക്കൾ പഞ്ചസാരയായി മാറുമെന്ന് അവർ വിശദീകരിച്ചു. എന്നാൽ മറ്റു ഭക്ഷണങ്ങളും അരി, ഉരുളക്കിഴങ്ങ്, റൊട്ടി തുടങ്ങിയ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ ധാരാളം പഞ്ചസാര ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രമേഹം രക്തത്തിൽ പഞ്ചസാര അടിഞ്ഞുകൂടാൻ ഇടയാക്കുകയും രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അന്ധത എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് ഡിമെൻഷ്യയും വരാം. ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കാലുകൾ മരവിപ്പിക്കാൻ കാരണമാകുന്നു. അതിനാൽ അണുബാധയുണ്ടായി അവയവം മുറിച്ചു മാറ്റുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന പരിക്കുകൾ അനുഭവപ്പെടുന്നില്ല. നാഡികളുടെ തകരാറ് ലിംഗത്തെ പോലും ദുർബലമാക്കും. അതൊരു ഭയങ്കര രോഗമായിരുന്നു. പക്ഷേ എന്റെ അച്ഛന് പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും പറഞ്ഞത് നല്ല വാർത്തയായിരുന്നു. ഞങ്ങളുടെ പുതിയ ജീവിത രീതിയാണ് അച്ഛന്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നഴ്സ് വിശദീകരിച്ചു. ആരോഗ്യവാനായിരിക്കാൻ അച്ഛൻ നല്ല ഭക്ഷണം കഴിക്കണമായിരുന്നു. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണമായിരുന്നു. കൂടുതൽ ആക്റ്റീവായി ഇരിക്കണം. എന്റെ കുടുംബം മുഴുവൻ അപകടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാൻ പോയി. മുത്തശ്ശിയുടെ കാലത്ത് ജങ്ക് ഫുഡ് ഇല്ലായിരുന്നു. ആർക്കും പ്രമേഹവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ആദ്യം ഞങ്ങൾ മധുര പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളും വാങ്ങുന്നത് നിർത്തി. പകരം പച്ചക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, മുട്ട, മത്സ്യം തുടങ്ങിയ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പുതിയ ഭക്ഷണങ്ങൾക്കായി ഞങ്ങൾ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തി. പിന്നെ തലമുറകളായി ഞങ്ങളെ നന്നായി നിലനിർത്തുന്ന പരമ്പരാഗത ഭക്ഷണം ഞങ്ങൾ പാകം ചെയ്തു. വീട്ടിൽ പാചകം ചെയ്യുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഏക മാർഗമാണെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞു. ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു, ആരോഗ്യകരമായവ കഴിച്ചു. ഒടുവിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ തുടങ്ങി. ഒരു വർഷം കൊണ്ട് എന്റെ അച്ഛന്റെ കുടവയർ പോയി. അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെട്ടു. മാത്രമല്ല ഊർജം തിരിച്ചു വന്നു. ഞങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായി. പഞ്ചസാര ഒഴിവാക്കിയത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായി. ഓർമ്മിക്കുക, ഭക്ഷണം കഴിക്കുക, സ്വയം പാചകം ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിനും ആരോഗ്യമുള്ളതായിരിക്കാൻ കഴിയും.